കമ്മീഷണർ നമ്മോടൊപ്പം ഞങ്ങളുടെ പ്രതിനിധിക്കൊപ്പം ചേരുന്നുണ്ട്. അതിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന KG സൈമൺ സാർ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ഇതിൻ്റെ അന്വേഷണ ഘട്ടങ്ങളെക്കുറിച്ച് ചോദിക്കാം. ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ചാർജ് ഷീറ്റ് ഹാജരാക്കിയിരുന്നു. പിന്നെ രണ്ടാമതുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിപ്പോഴാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ പിന്നെ ഡിസ്കഷനാണ് പിന്നെ നടന്നത്. ഈ കേസിനെ സംബന്ധിച്ച് എങ്ങനെയാണ് പോകാൻ പറ്റുക, എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഡിസ്കഷനായിരുന്നു. പിന്നെ കഴിഞ്ഞ 2 മാസക്കാലമായിട്ട് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എഫേർട്ടാണ് ഇതിൻ്റെ പുറകിലെടുത്തിരിക്കുന്നത്. അഡ്വക്കേറ്റ് ഉദയഭാനു അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ളൊരു വലിയ ബന്ധം, ഭയങ്കര ബന്ധങ്ങളായിരുന്നു. അത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ സാക്ഷികളെ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ച് അങ്ങനെയാണ്. കാരണം ഒരു കേസ് വരുമ്പോഴത്തേക്ക് ആ കേസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ കേസ് കൊണ്ടുപോകേണ്ടതെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ട്രയൽ വരുമ്പോൾ നമ്മൾ എടുക്കേണ്ട പോയിൻറ്റ്സ് എങ്ങനെയാണ് അതിൻ്റെ മുന്നോട്ടുള്ള പോക്കുകൾ, അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ സെക്ഷനൊക്കെ ഇട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ശരിക്കും എല്ലാവരും ടീമായിട്ട് തന്നെ വർക്ക് ചെയ്തു, ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്തു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ADGP ഞങ്ങളെല്ലാവരും ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ വർക്ക് ചെയ്തു. ഇത് അല്ല, അത് വരാനായിട്ട് ഉദ്ദേശിക്കുന്നത് എനിക്കൊന്നും പറയാനില്ല. കാരണം എനിക്കതേപ്പറ്റി യാതൊരു നിശ്ചയമില്ല. ഞാൻ പറയുന്നത് കേട്ടത് മാത്രമേ ഉള്ളൂ. പേപ്പറിൽ കൂടെ കാണുന്ന കാര്യങ്ങൾ മാത്രമേ, എല്ലാം സത്യമാണെന്നില്ല, ഒരിക്കലും ഇല്ല. അതിപ്പോൾ ആക്ഷേപങ്ങൾ വരാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ആക്ഷേപങ്ങൾ എന്ത് വന്നാലും കൊള്ളാം. ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം അത് കോടതി വരുമ്പോൾ അറിയാം. ആക്ഷേപങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ട് കോടതി വരുമ്പോൾ അറിയാം എന്താണെന്നുള്ളത്. കൃത്യമായ രീതിയിലുള്ള ഒരു മുന്നോട്ടുള്ള പോക്ക് ഉണ്ടായെന്നുള്ള സത്യമാണ്. അതിൻ്റെ തെളിവാണ് ഇപ്പം ശിക്ഷിച്ചത് ഈ കേസ്. ഓക്കെ, താങ്ക് യു. കമ്മീഷണർ സൈമൺ സാറാണ് നമ്മോടിപ്പോൾ സംസാരിച്ചത്. പഴുതടച്ച രീതിയിലുള്ള അന്വേഷണം തന്നെയായിരുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോടതി വിശദാംശങ്ങളിലേക്ക് കടന്നാൽ അത് വ്യക്തം തന്നെയാണ്. 24 വർഷത്തിന് പുറമെ, ജീവപര്യന്തത്തിന് പുറമെ 24 വർഷം തടവ് വെവ്വേറെ അനുഭവിക്കണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് പുറമെ പ്രോസിക്യൂഷൻ കള്ളസാക്ഷി പറഞ്ഞതിന് നിസാമിൻ്റെ ഭാര്യ അമലിനെതിരെ പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് കടക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിന് ഉമേഷാണ് കോടതിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. 24 വർഷം അതിനുശേഷം ജീവപര്യന്തം എന്നത് പ്രത്യേകം അനുഭവിക്കണം എന്ന വ്യക്തത കൂടി വരുന്നു എന്നാണ് ഉമേഷ് കോടതിയിൽ നിന്നും നൽകുന്ന വിവരം.